ഇതുപോലെ ഷാമ്പു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാ ഈ ഒരു പാക്കറ്റിൽ ഇതാ ഒരു ആംബ്യൂൾ ഉണ്ട്, അതിൽ വൈറ്റമിൻ B3, B5, B6 ആണുള്ളത്. അപ്പോൾ ഇത് ആ ഒരു ഷാമ്പുവിൻ്റെ ബോട്ടിലിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് വേണം, അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വ്യാഴം, വെള്ളി, ശനി ദിവസത്തെയാണ്. ശനിയാഴ്ചത്തതില്ല കേട്ടോ. അത് എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല എന്നൊക്കെ ഞാൻ പറയാം. ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത, എനിക്ക് ഓർക്കാൻ കൂടി എനിക്കിപ്പം തന്നെ ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ആവുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീക്കെൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓരോ വീഡിയോസിൻ്റെ താഴെ വരുന്ന ഓരോ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അത്രയും അധികം പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ ഓരോ കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കൂടി. അപ്പോൾ ഇതാ വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ വീക്കെൻഡൊക്കെയാണ്, വ്യാഴാഴ്ച വർക്കൊക്കെ കഴിഞ്ഞ് ലോഗ് ഔട്ട് ചെയ്ത് ഞാനൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പാറുവിന് ഡാൻസ് ഉണ്ട്, ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് പോവാണ്. ഓൾറെഡി നമ്മളവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഫ്രൈഡേ ഈവനിങ് ആണ് ഡാൻസ്. അപ്പോൾ നമ്മൾ തേഴ്സ്ഡേ പോയിട്ട് ഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ആഫ്രിക്കൻ ഡാൻസ് ആയിരുന്നു പാറക്കുട്ടിയും ഗ്രൂപ്പും കൂടി കളിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ആഫ്രിക്കൻ കോസ്റ്റ്യൂം. ഇനി നേരെ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. ഡാൻസിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡ്, സേഫ്റ്റി പിന്ന്, ഹെയർ ബാൻഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോയിൽ കിട്ടുമോ എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ സ്ലൈഡും സേഫ്റ്റി പിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ലാസ്റ്റ് R&B എന്നായിരുന്നു കിട്ടിയത്. പക്ഷെ അത് വലുതായിരുന്നു, കുട്ടികളുടെ സൈസിനുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കൊടുത്തു വിട്ടത്. നമ്മുടെ 75 ഡേയ്സ് ചാലഞ്ചിൻ്റെ അപ്ഡേറ്റ്സ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ 75 ഡേയ്സിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വീക്കെൻഡിൽ വൈകിട്ടൊക്കെ പുറത്തുനിന്നൊരു ഫുഡ് അത് മസ്റ്റാണ്, കഴിക്കാറുണ്ട്. എന്നാലും ഇത്തവണ അത് ഏതായാലും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കുമല്ലോ, വീട്ടിലെന്തെങ്കിലുമൊക്കെ കറി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും പുറത്ത് വന്ന സ്ഥിതിക്ക് നല്ല ചൂടൊക്കെ ആയത് കൊണ്ട് തന്നെ പാറുവിന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു, കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇളനീരാണ് നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഞാനും ഷുഗറൊന്നും ആഡ് ചെയ്യാതെ ഒരു ഇളനീർ ജ്യൂസ് വാങ്ങിച്ചു. അതല്ലെങ്കിലും പൊതുവേ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ഏട്ടന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നും. ഏട്ടന് എന്തെങ്കിലും ഡയറ്റിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ തോന്നും. ഇന്നിതാ നമ്മൾ ബീബീസ് ബേക്കറിയിലേക്ക് വന്നിട്ട് ഏട്ടന് മിൽക്ക് ബണ്ണ് വേണമെന്ന് ഭയങ്കര നിർബന്ധം, അത് കിട്ടിയേ തീരുള്ളൂ എന്ന്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അവിടെ കുറേ മിക്സ്ചറും പിന്നെ നല്ല പൊട്ടുന്ന പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാനായിട്ട് നിന്നില്ല. ഒരു പാലും പഴവും പപ്പടവും കൂടി വാങ്ങിക്കാനായിട്ട് വിട്ടതായിരുന്നു. ഇതാ ഒരു ഷോപ്പിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് ഇതാ ഇത്രയും സാധനങ്ങളാവട്ടോ. എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെന്തെങ്ങനെയെന്ന്. ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിലും ഷോപ്പിംഗ് കഴിയുമ്പോഴേക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. ഒരു ചെറിയ ഷോപ്പിംഗ് ആണെങ്കിൽ അത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതുപോലെ തോന്നാറുണ്ടോ? ഇതാ ഞാൻ വൈകിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ചിക്കൻ കഴിക്കാനായിട്ടൊരു കൊതി. അപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുത്ത് വെക്കാനായിട്ടാണ് അടുത്തൊരു മടി കേട്ടോ. ഇപ്പം എനിക്ക് ആക്ച്വലി ആ ഒരു പീരീഡ്സിൻ്റെ തൊട്ട് മുന്നിലുള്ള ആഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മടിയായിരിക്കും. എന്ത് ചെയ്യാനാണെങ്കിലും ഒരു പിറകുന്ന ആരും ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന പോലെയാണ്. വേണ്ട, ഇപ്പം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. നാളെ രാവിലെ ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. രാവിലെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ചൂടൊക്കെ മാറാനായിട്ടൊക്കെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന രാവിലെ എഴുന്നേറ്റൊന്ന് ബ്രഷൊക്കെ ചെയ്ത് ഉടനെ ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്യണം എന്നാണ്. അതാകുമ്പം ഞാൻ വിചാരിക്കുന്ന ഒരു 11:30 ആകുമ്പോഴേക്കും എനിക്ക് ഹെയർ വാഷ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം പാറുവിന് മേക്കപ്പൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് വിടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ചധികം സമയം എന്തായാലും എടുക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഹെയർ പാക്ക് ഇപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാനായിട്ട് ഉലുവ, റോസ്മേരി, അരിപ്പൊടി അല്ലെങ്കിൽ അരിയാണെങ്കിലും കുഴപ്പമില്ല,
ഫ്ലാക്സീഡ്, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത് ആക്ച്വലി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അത്രയ്ക്ക് അങ്ങ് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1-2 മാസമൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടി പൊതുവേ കുറച്ചൊരു റഫായിട്ടുള്ള, ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഹെയറിന് ഒരു ഹെൽത്തി ലുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഫിലിമൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. നല്ല ചൂട് ചോറും ചിക്കൻ കറിയും. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പപ്പടം പിന്നെ നമ്മളിവിടെ വാങ്ങിക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് വാങ്ങിക്കാറ്. അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന സാധനങ്ങളാണ്. അത് കേട്ട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്കും ആ ഒരു ശീലമുണ്ട്. അതുകൊണ്ട് പപ്പടം ഒന്നും ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറേ ഇല്ല. പപ്പടം വാങ്ങിക്കാനായിട്ട് ഏട്ടനെ പറഞ്ഞയച്ചപ്പോഴാണ് അത്രയും സാധനങ്ങളായിട്ട് വാങ്ങിയിട്ട് വന്നത്. പക്ഷേ പപ്പടം വാങ്ങിച്ചിട്ടില്ല, അതായിരുന്നു അവസ്ഥ. അപ്പം ഏതായാലും കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കൊണ്ടാട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം തേഴ്സ്ഡേ നൈറ്റ് ഒരു മൂവി നൈറ്റാണ്, അതുകൊണ്ടാണ് ആളിതാ അവിടെ ബെഡും പില്ലോയും ഇനി ബ്ലാങ്കറ്റ് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ 10:30 കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ള ചെറിയൊരു ആനിമേഷൻ, സ്റ്റുഡിയോ ഗിബ്ലിൻ്റെ, നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ സ്റ്റുഡിയോ ഗിബ്ലിൻ്റെ ഇതുപോലെയുള്ള ആനിമേഷനൊക്കെ. വീക്കെൻഡിലൊക്കെയാണ് മതിവരുവോളം ഉറങ്ങാനായിട്ട് കഴിയുക. അപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങാമെന്നൊക്കെ കരുതിയിട്ട് കിടന്നതാണ്. ഞാൻ ഇന്നലെ കിടക്കുമ്പോഴേക്ക് ആദ്യം ആ ഒരു മൂവി കണ്ടതിന് ശേഷം ഞാൻ പിന്നെ വെറുതെ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കിടക്കുമ്പോഴേക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു 10-10:30 ആകുമ്പോൾ എഴുന്നേൽക്കുക, ഒരു 8-8.5 മണിക്കൂറൊക്കെ ഉറങ്ങി എഴുന്നേക്കാന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, 6:30 ആകുമ്പോഴേക്കും എൻ്റെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് നേരം കൂടി കിടക്കണം എന്ന് വിചാരിച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഉറക്കം പോയിട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്തിനാണ് കിടക്കുന്നതെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വന്നതാണ്. എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നല്ല സങ്കടമാവും. ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാനുള്ള സമയം ഉണ്ടാകുമ്പം ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ബ്രെഡ് വാങ്ങിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പാറുവിന് 3 നേരം ബ്രെഡ് മതിയെന്ന് പറയും. ഞാൻ പൊതുവേ അങ്ങനെ ബ്രെഡ് വാങ്ങിക്കാനും സമ്മതിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ രാവിലെ ബ്രെഡും പാലും മതി എന്ന് പറഞ്ഞ് അപ്പോൾ അതങ്ങ് ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഹെയർ പാക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക ചെയ്യുക, വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും, ഒരു ജെല്ല് പോലെ. എന്നിട്ട് നമുക്ക് ഒരു ബോട്ടിലായിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. പൊതുവേ ഞാൻ കൈനെ കൊണ്ടായിരുന്നു അപ്ലൈ ചെയ്യാറ്. പക്ഷേ അങ്ങനെ കൈനെ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിലും കഴുത്തിലും ബാത്റൂമിൽ നിന്നാണ് അപ്ലൈ ചെയ്യുക. അപ്പം ബാത്റൂമിൻ്റെ ഫ്ലോറിലും ഒക്കെ ആവാറുണ്ട്. അപ്പം ഞാൻ കുറേ മുമ്പേ ഈ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം യൂസ്ഫുള്ളാണ് ഈ ഒരു ബോട്ടിൽ എന്നുള്ളത്. ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഫ്ലാക്സ് സീഡിൻ്റെയോ അല്ലെങ്കിൽ റോസ്മേരിൻ്റെയോ അതുപോലെയുള്ള ഒന്നും ആവാതെ നോക്കണം, കരടൊന്നും ആവാതെ നോക്കണം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചെറിയ ഹോളിലേക്ക് കൂടിയാണ് ഒരു ബോട്ടിൽ നിന്ന് ഈ ഒരു ഹെയർ പാക്കൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ അതിൽ ആ ഒരു ഓട്ട അടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആദ്യം ഒന്ന് അധികം അങ്ങ് ആ ഒരു ജെല്ലി ഇതായതുകൊണ്ട് തന്നെ കുറച്ചൊരു 2-3 ഫ്ലാക്സ് സീഡൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്ത് കളഞ്ഞ് ആ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹാപ്പി ജിമ്മിൽ പോയിട്ടേ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലെഗ് ഡേ ആയിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ കാല് നല്ല വേദനയാണ്, ഇരിക്കാനും നിൽക്കാനും സ്റ്റെപ്പൊന്നും കയറുന്നത് ആലോചിക്കാൻ കൂടി വയ്യ കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഇനി ഏതായാലും നമുക്ക് പാറുവിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആഫ്രിക്കൻ ഡാൻസാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് കുറച്ച് ഐ ഷാഡോ ഒക്കെ കുറച്ച് കൂടുതലിട്ട് കുറച്ച് പൊട്ടിനൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ഡോട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്തെ അമ്മയൊക്കെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും, വള വാങ്ങിക്കാൻ പോകുന്നത്, ചരട് വാങ്ങിക്കുന്നത്, പിന്നെ സീറ്റൊക്കെ വെക്കാനൊക്കെ ആയിട്ട് കോട്ടൺ സാരി എടുക്കാൻ പോകുന്നത്, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എന്നിട്ട് ഞാനിപ്പം
അമ്മ ആ ഒരു സമയത്തുണ്ടായ ആ ഒരു സ്ഥാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലേ എനിക്ക് ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് ഞാനൊരു അമ്മയായി എന്നൊക്കെയുള്ള ആ ഒരു ബോധം വരാറ്. പെട്ടെന്ന് തന്നെ അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പാറുവിൻ്റേതായ കുറച്ച് അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം അവൾ പറയുന്ന രീതിയിൽ, എന്നാൽ അധികം കൊളാവാത്ത രീതിയിൽ കുറച്ചൊക്കെ ചെയ്തിട്ട് അധികം വിചാരിച്ച പോലെ ഒരു മേക്കപ്പ് ആയിട്ടുണ്ട്. 5:15 ആകുമ്പോഴേക്കും അവിടെ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറച്ച് അവർക്ക് കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുട്ടികളെ കുറച്ച് നേരത്തെ അവിടെ വിടാനായിട്ട് പറഞ്ഞത്. പിന്നെ ഫംഗ്ഷൻ തുടങ്ങുന്നത് 6:45-നൊക്കെയാണ്. പിന്നെ ആദ്യത്തെ കുറച്ച് ഇനാഗ്രേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആവും എന്തായാലും പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാണ്. ഷൂട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചധികം സമയം നമ്മുടെ അവിടെ പോസ്റ്റായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5:15 അവിടെ എത്തിയതാണ്. 6:45 ഫംഗ്ഷൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 7:30-7:45 ആകുമ്പോഴാണ് കുട്ടികളുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഡാൻസ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷെ വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കരുത്. അവളൊരു പാട്ട് കേട്ട് അതിൻ്റേതായ സ്റ്റെപ്പ്, അവളേതായൊരു സ്റ്റെപ്പ് അവളിടും. എന്നിട്ട് അത് അവൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഓർത്ത് വെക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങ് പറ്റില്ല കേട്ടോ. അവളുടെ ഡാൻസ് ആണെങ്കിൽ അവൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. വേറെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങൊരു എനർജി ഇല്ലാത്ത പോലെയാണ് ഉണ്ടാവാറ്. അപ്പോൾ എന്തായാലും ആൾ കുഴപ്പമില്ലാതെ തന്നെ കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മറക്കുകയാണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് കളിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ അങ്ങനെ വെറുതെ അങ്ങ് നിന്ന് പോകരുതല്ലോ. സ്കൂളിന് മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ക്രൗഡിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തിനാ ടെൻഷൻ അടിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇൻ കേസ് സ്റ്റെപ്പ് മറന്നാലോ എന്നൊക്കെ കരുതിയിട്ടാണ്. പക്ഷേ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറുക്കുട്ടി നല്ല സ്മാർട്ട് ഗേളാണ്, സ്റ്റെപ്പൊന്നും മറക്കത്തൊന്നുമില്ല, എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ അവൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഡാൻസ് കഴിഞ്ഞ ഉടനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം, നമ്മളെ നൈതിക്കിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. നാളെ ചൊവ്വാഴ്ചയാണ് ശരിക്കും ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ സെലിബ്രേഷൻ ഏതായാലും വീക്കെൻഡിൽ ഈവനിങ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വൈകിട്ടാണ് കേട്ടോ. ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞു മക്കളിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കാണാനായിട്ട് എന്ത് ഭംഗിയാണ് അല്ലേ. അവർക്കാണെങ്കിലും ഈ ഒരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഇങ്ങനെയുള്ള പെർഫോമൻസിനൊക്കെ പോകുമ്പോഴാണ് ശരിക്കും അത് മനസ്സിലാവുക. പാറു ആണെങ്കിൽ പോലും ആ ഒരു ദിവസത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. എപ്പോഴാണ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ടാണ് ഇരിക്കാറുള്ളത്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റി എല്ലാം ഒന്ന് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനമാവുള്ളൂ. പക്ഷേ ആൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് പോകുമ്പോൾ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോകണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ ഒരു കോസ്റ്റ്യൂം അങ്ങ് അഴിപ്പിച്ച് വെച്ചു. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞാൻ ഇത്തവണ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 4-5 ഗിഫ്റ്റ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറേ ഗിഫ്റ്റ് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു രീതിയിലായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഇഷ്ടാവുന്ന രീതിയിൽ കുറേ ഈ കാറും ബൈക്കും ജീപ്പും ട്രക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ആൺകുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ എന്താ പറയുക, ഗണ്ണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് നമ്മൾ നേരെ അവിടേക്ക് പോയി. അവിടേക്ക് ഓൾറെഡി കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, സ്റ്റാർട്ട് ചെയ്തോളൂ എന്നുള്ളത്. നമ്മൾ എന്തായാലും എത്താനായിട്ട് ഒരു 10-11 മണിയാവും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പോൾ ഫുഡ് ഫ്രൈഡ് റൈസും കപ്പയും പിന്നെ പൊറോട്ടയും മീൻകറിയും ബട്ടർ ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രൈഡ് റൈസിനോടും ബട്ടർ ചിക്കനോടൊക്കെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ടയും മീൻകറിയും പിന്നെ കപ്പയും മീൻകറിയും പിന്നെ ചോറുണ്ടായിരുന്നു. എനിക്ക് ചോറ് എന്തായാലും മസ്റ്റാണ് എന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചോറും അതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു നൈറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു.
അപ്പോഴാണ് എല്ലാം ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാം അങ്ങ് മാറിയത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴേ ഇങ്ങനെ ചാടി പിടച്ചാണ് കേട്ടോ കളിക്കുന്നത്. നൈത്തിക്കും പാറുക്കുട്ടിയും ഒരുമിച്ചുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, രണ്ടാളൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത കളിയാണ് കളിക്കുക. അപ്പോൾ ഏതോ ഒരു ഡോറിൻ്റെ ഇടയിൽ എങ്ങാനും ഒളിക്കാനെങ്ങാനും പോയ സമയത്ത് ആരോ ഒന്ന് ഡോർ അടച്ചതാണ് അറിയാതെ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൈ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ പോരാ, ആ ഒരു നഖം അങ്ങനെ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കരഞ്ഞ ആൾ, നല്ല പെയിൻഫുള്ളായിരിക്കും, നന്നായിട്ട് കരഞ്ഞത് കണ്ടപ്പോൾ തന്നെ എൻ്റെയും ഏട്ടൻ്റെയും അവിടെ ഉള്ളവരുടെയൊക്കെ കിളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി, ആസ്റ്ററിലേക്ക് പോയി. എനിക്ക് ഫ്രാക്ചർ ഉണ്ടാവുമോ എന്നുള്ളത് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, നല്ല സ്വെല്ലിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം സർജനെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു. ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല പെയിൻഫുള്ളായിരിക്കുമല്ലോ. പിന്നെ പെയിനേക്കാളും അവളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ആളാകെ പാനിക്കായി. അപ്പം നമ്മളും നന്നായിട്ട് ടെൻഷൻ അടിച്ച്. അപ്പോൾ പിറ്റേ ദിവസം സർജനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഫ്രാക്ചറൊന്നും ഇല്ല കേട്ടോ. അപ്പോഴാണ് പിന്നെ സമാധാനമായി. ഞാൻ വിചാരിച്ചു ഒരു 3-4 ദിവസം നല്ല പെയിൻഫുള്ളായിരിക്കുമെന്ന്. പക്ഷേ ആൾ പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഫ്രാക്ചറൊന്നും ഉണ്ടാവില്ല എന്ന്. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ പെയിൻ കില്ലർ കൊടുത്താൽ പോലും ആ ഒരു വേദന മാറില്ലല്ലോ. അപ്പോഴാണ് പിന്നെ സമാധാനമായത്. കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ. അതായിരുന്നു സംഭവം. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ആകെ മൊത്തം കിളി പോയൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ ഒരു വീക്കെൻഡ് പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും അങ്ങനെ ഒന്നും കാര്യമില്ല. ദൈവം സഹായിച്ച് നമ്മൾ അധികം കുഴപ്പമൊന്നുമില്ലാത്ത, അധികം അവൾക്ക് പെയിൻഫുള്ളൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അതന്നെ എന്തോ ഒരു ഭാഗ്യം, ദൈവത്തിന് നന്ദി എന്നല്ലാതെ എന്ത് പറയാനല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വീക്കെൻഡ് വ്ളോഗ് ഇവിടെ കഴിയാണ്. എന്തായാലും നമുക്ക് നല്ല വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.